ചാനൽ 13.8 ഏവർക്കും സ്വാഗതം. നമ്മുടെ വിഷയം ജാതി സംവരണം ഭരണഘടന. നമ്മുടെ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഈ സംവരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാം. അതായത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത് ആർട്ടിക്കിൾ 16(4) നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷാൽ പ്രിവെൻറ്റ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി പ്രൊവിഷൻ ഫോർ ദ റിസർവേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ് ഓർ പോസ്റ്റ് ഇൻ ഫേവർ ഓഫ് എനി ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസ് which in the opinion of the state is not adequately represented in the services under the state. ഈ ഒരൊറ്റ കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റിൽ, മൗലിക അവകാശങ്ങളിൽ എഴുതി ചേർത്ത ഒരു ഭാഗം ഇതാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ പിന്നീട് പലതും എഴുതി ചേർത്തു. അതെല്ലാം പല കോടതി വിധികളുടെ ഭാഗമായിട്ട് വന്ന ഭേദഗതികളുടെ ഭാഗമായി ചേർത്തതാണ്. ഇതിൽ പറയുന്ന ഒരു വാക്ക്, ഈ നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത ഈ മതഗ്രന്ഥങ്ങളും അറിയാം, ഇത് ആർക്കാണെങ്കിലും എങ്ങനെ വേണം വ്യാഖ്യാനിക്കാം, ആ രീതിയിൽ എഴുതി വെച്ചത്. ഇതിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, ഫോർ ഇൻ ഫേവർ ഓഫ് എനി ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസ്. ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ, ഈ ബാക്ക്വേർഡ് ക്ലാസ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്താണെന്ന്. അത് പൗരന്മാരുടെ ഇമാജിനേഷന് വിട്ടിരിക്കുകയാണ്. എന്താണ് ബാക്ക്വേർഡ്? എങ്ങനെയാണ് ഒരാളെ നമുക്ക് ബാക്ക്വേർഡ് എന്ന് പറയാൻ കഴിയുക? സാമ്പത്തികമായിട്ടാവാം, സാമൂഹ്യമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിൽ ഇൻ്റലക്ച്വലി ബുദ്ധിപരമായിട്ട് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ ഒരു കാര്യത്തിൽ പിന്നോക്കവും മറ്റൊരു കാര്യത്തിൽ മുന്നോക്കവും ആവാം. അതൊന്നും ഭരണഘടന പറയുന്നില്ല. വെറുതെ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ എന്ന് പറയുന്നത്. ഈ ഒരു വകുപ്പിൽ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ മതങ്ങൾക്ക് സംവരണം കൊടുക്കുന്നത്. ഉദാഹരണമായിട്ട് മുസ്ലിങ്ങൾക്ക് സംവരണം ഇന്ത്യയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാക്കിന് മുകളിലാണ്, ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസ്. ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് സംവരണമുണ്ട്. ഭരണഘടന വന്നപ്പോൾ അതിൽ ആ മുസ്ലിങ്ങളുടെ സംവരണത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല. മാത്രമല്ല, ഭരണഘടനയിൽ ബാക്ക്വേർഡ് ക്ലാസ് ഉദ്ദേശിക്കുന്നത് ചില പ്രത്യേക സമുദായങ്ങളെയാണെന്നും അത് ഒരു മതത്തെയല്ലെന്നും നിരവധി വാദമുഖങ്ങൾ സുപ്രീം കോടതികളിലൊക്കെ പോയി കോടതി അംഗീകരിച്ച കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഇന്ത്യ ഭരിക്കുന്ന കക്ഷി ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഒരു മതം മൊത്തത്തിൽ പിന്നോക്കമാവില്ല, ആ മതത്തിനുള്ളിലെ ഒരു വിഭാഗത്തിനെ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ കേരളത്തിലും അത് നടപ്പാക്കി. ഇപ്പോൾ ഇന്ത്യയിൽ 2-3 സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിൽ, അവിടങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് പിന്നോക്ക വിഭാഗ കോട്ടയിൽ നിന്ന് ഒരു ചെറിയ കോട്ട കൊടുത്തിട്ടുണ്ട്. തെലുങ്കാനയിലുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിൽ ശിവസേന ഒരു 5% സംവരണം മുസ്ലിങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. കാരണം മുസ്ലിങ്ങൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു പിന്നോക്ക വിഭാഗമായതുകൊണ്ട്. അപ്പോൾ ഭരണഘടനയുടെ ഇതേ ആർട്ടിക്കിൾ വെച്ചുകൊണ്ട് തന്നെ കോടതി 2 രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നർത്ഥം. ഇതിൽ തന്നെ പറയുന്നത് ഇതൊരു ഇനേബിളിംഗ് പ്രൊവിഷനാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു റിട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല കോടതിയിൽ. കാരണം ഒരു പ്രത്യേക വാക്കുണ്ട്, ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റഡ് ഇൻ ദ സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റേറ്റിൻ്റെ സേവനങ്ങളിൽ അവർ അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റഡ് അല്ല, മതിയായ പ്രാതിനിധ്യമില്ല. മതിയായ എന്ന വാക്കും ഭരണഘടനയിൽ എവിടെയും നിർവചിക്കപ്പെട്ടിട്ടില്ല. എന്താണ് മതിയായ? ജനസംഖ്യയുടെ അനുപാതമാണോ, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയാണോ? ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ 50% റിസർവേഷൻ എന്നൊരു അലിഖിത നിയമം സുപ്രീം കോടതി കൊണ്ടുവന്നതുകൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മതിയായ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 50% എന്ന രീതിയിലേക്ക് ഒരു കൺവെൻഷൻ മാതിരി എല്ലാവരും കൂടെ ഒത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു നിയമമൊന്നുമല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഒരു സമുദായത്തിൻ്റെ ജനസംഖ്യയുടെ ഏറെക്കുറെ പകുതി റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മതിയായതാണ്
എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ ഭരണഘടന പറയുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്നൊരു വാക്കുണ്ട്. അവർക്കാണല്ലോ ഈ അഫർമേറ്റീവ് ആക്ഷൻ വേണ്ടത്. അപ്പോൾ ഫിനാൻഷ്യലി അത് ഇക്കണോമിക്കലി എന്നൊരു വാക്കില്ല. ഇക്കണോമിക്കലി കുറച്ച് സൗണ്ടാണെങ്കിലും സോഷ്യലി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ജാതീയമായ അയിത്തം, ജാതീയ പിന്നോക്കാവസ്ഥ, മറ്റുള്ളവർ ആ സമുദായത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട്. അത് മണ്ഡൽ കമ്മീഷൻ വിധിയിൽ സുപ്രീം കോടതി ഒരു 10-11 ഇൻഡെക്സ് പറഞ്ഞിട്ടുണ്ട്. ഇൻഡെക്സ് ഓഫ് ബാക്ക്വേർഡ്നെസ്. ഞാൻ അതൊന്ന് വായിക്കാം. അതായത് ഒന്നാമത്തെ ഒരു ഇൻഡെക്സ് അത് മണ്ഡൽ കമ്മീഷൻ്റെ കേസിൽ വന്ന കേസിൻ്റെ പേര് ഇന്ദിര സോണി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. അതിൻ്റെ ചുരുക്കപ്പേര് മണ്ഡൽ കേസ് എന്നാണ്. മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കേസുകൾ ഇന്ത്യ ഒട്ടാകെ ഫയൽ ചെയ്യപ്പെടുകയും അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഒറ്റ കേസായിട്ട് സുപ്രീം കോടതി ഡിസ്പോസ് ചെയ്തതാണ് 92. അതിൽ ചില ഇൻഡെക്സുകളാണ്. ഏതൊക്കെ ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമുദായത്തെ പിന്നോക്കം അല്ലെങ്കിൽ ബാക്ക്വേർഡ് എന്ന് വിളിക്കുന്നത്? ഒന്നാമത്തെ കാറ്റഗറി ക്ലാസ് ഓർ കാസ്റ്റ് കൺസിഡേർഡ് ആസ് സോഷ്യലി ബാക്ക്വേർഡ് ബൈ അതേഴ്സ്. ഒരു വർഗത്തെ അല്ലെങ്കിൽ ഒരു ജാതിയെ സാമൂഹ്യമായി പിന്നോക്കം ആണ് എന്ന് മറ്റുള്ളവർ വിളിക്കണം, സ്വയം വിളിച്ചാൽ പോരാ. രണ്ടാമത്തെ കണ്ടീഷൻ മാനുവൽ ലേബർ ഫോർ ലൈവ്ലിഹുഡ്, ജീവിക്കാൻ വേണ്ടി ശാരീരികമായി അധ്വാനിക്കണം. 3 പെർസെൻറ്റേജ് ഓഫ് കാഷ്വൽ ലേബേഴ്സ് എമംഗ് 15-59 ഇയേഴ്സ് ഏജ് വർക്ക് ഫോഴ്സ്. 15നും 59നും ഇടയിൽ പ്രായമുള്ള ആളുകളുടെ എത്ര ശതമാനം ആളുകൾ കാഷ്വൽ ലേബേഴ്സ് ആണ് നോക്കുന്നു. ഏജ് അറ്റ് മാരേജ് ഈസ് ബിലോ 17 ഇയേഴ്സ്. 17 വയസ്സിൽ താഴെ വിവാഹം കഴിക്കുന്നവരുടെ എണ്ണം. ഏജ് അറ്റ് മാരേജ് അറ്റ് ബിലോ 18 ഇയേഴ്സ് ഫോർ ഫീമെയിൽസ് ഓഫ് 15-59 ഇയേഴ്സ് ഈസ്. 15നും 59നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ എത്ര പേർ 18 വയസ്സിൽ താഴെ വിവാഹം കഴിച്ചു? WPR ഫോർ ഫീമെയിൽ, സ്ത്രീകളുടെ തൊഴിൽ പാർട്ടിസിപ്പേഷൻ റേറ്റ്, വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ്, അവരുടെ തൊഴിൽ പങ്കെടുക്കുന്നതിൻ്റെ റേറ്റ്. പെർസെൻറ്റേജ് നെവർ അറ്റൻഡഡ് സ്കൂൾ, 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ സ്കൂളിൽ പോകാത്ത എത്ര പേര്, അതിൻ്റെ പെർസെൻറ്റേജ്. 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്, ക്ലാസ്സിൽ നിന്ന് ചോർന്നു പോകുന്നവരുടെ റേറ്റ്. പെർസെൻറ്റേജ് ഓഫ് മെട്രിക്കുലേഴ്സ്, 10ാം ക്ലാസ് പാസ്സായവരുടെ ശതമാനം. പെർസെൻറ്റേജ് ഓഫ് മെട്രിക്കുലേഴ്സ് എമംഗ് അഡൾട്ട്സ് 15 ഇയേഴ്സ് ആൻഡ് എബോവ്, 15 വയസ്സിന് മേലെയുള്ള ആൾക്കാരിൽ എത്ര പേര് പാസ്സായിട്ടുണ്ട്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഡ്യൂറബിൾസ്, പറഞ്ഞാൽ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സ്കൂട്ടർ, കാറ്, ഇത്തരം കാര്യങ്ങളിൽ എത്ര എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട്. കച്ച ഹൗസസ്, വീട് കച്ച ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ വീടില്ല, മണ്ണൊക്കെ തേച്ച് ഓലമേഞ്ഞുള്ള വീടുകൾ, അതെത്രയുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ 1 കിലോമീറ്ററിൽ കൂടുതൽ ദൂരെയാണോ? ടാപ്പ് വാട്ടർ വീട്ടിലുണ്ടോ? ഈ കൺസംഷൻ ഐറ്റത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടോ, ബാങ്ക് ലോൺ? ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഡെക്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ബാക്ക്വേർഡ്നെസ് തീരുമാനിക്കുന്നത് എന്ന് മണ്ഡൽ കമ്മീഷൻ കണ്ടെത്തിയ, ആ കേസിൽ സുപ്രീം കോടതി കണ്ടെത്തിയ ചില പാരാമീറ്റേഴ്സാണ്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഒരു ജാതി ബാക്ക്വേർഡാണെന്ന് പറയുന്നത്. ഒരു ജാതി വെറുതെ ബാക്ക്വേർഡാണെന്ന് വേറെ ഒരു ജാതിക്കാരൻ പറഞ്ഞാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ഒരു ജാതിക്കാരൻ സ്വയം പറഞ്ഞാലും പോരാ. ഇങ്ങനെ കുറേ ഇൻഡിക്കേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ സംവരണം തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു, ഈ എന്തുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷൻ സോഷ്യൽ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സിന് അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി സർക്കാർ പല എഫർട്ട് ചെയ്യണമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. ബാക്ക്വേർഡ് ക്ലാസ്സസ് കമ്മീഷനെ നിയമിക്കണമെന്നും ഭരണഘടന പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് 1979 ജനതാ പാർട്ടി ഗവൺമെൻറ് ഭരണത്തിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഒരു കമ്മീഷനെ, മണ്ഡൽ കമ്മീഷനെ നിയമിക്കേണ്ടി വന്നത്? ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് 80 വന്നിട്ട് വീണ്ടും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വീണ്ടും 13 കൊല്ലം വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഈ കാസ്റ്റ് പൊളിറ്റിക്സാണ്. മണ്ഡൽ കമ്മീഷൻ പറഞ്ഞ ആ ബാക്ക്വേർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ അവർ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടർമാരായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടർമാർ
വേറെ ചില സമുദായങ്ങളാണ്, ബ്രാഹ്മണർ, ക്ഷത്രിയർ, മുസ്ലിങ്ങൾ, ആദിവാസികൾ, ദളിതർ, ഇവരൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥിരം വോട്ട് ബാങ്കുകൾ. അപ്പോൾ ഇവരുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി കൊടുക്കാതിരുന്നത്. അപ്പോൾ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാരായ ജനതാ പാർട്ടി ഗവൺമെൻറ് സപ്പോർട്ടഡ് ബൈ ഓൾ ദ പാർട്ടീസ് ഇൻ ദ ഹിന്ദി ബെൽറ്റ് റെപ്രസെൻറ്റിങ് ദ OBCs, ഈ മുലായം സിംഗിൻ്റെ പാർട്ടിയിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് സോഷ്യലിസ്റ്റ് പാർട്ടി, ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ നിയമം വന്നത്. പിന്നീട് അത് നടപ്പിലാക്കിയതും അതേ നോൺ കോൺഗ്രസ് ഗവൺമെൻറ് VP സിംഗ് പ്രധാനമന്ത്രിയായപ്പോഴാണ്. അതിനിടക്കാലത്ത് വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ 80-ൽ വന്ന ഇന്ദിരാഗാന്ധിയോ 84-ൽ വന്ന രാജീവ് ഗാന്ധിയോ, ആ രണ്ട് ഗവൺമെൻറ് 9 വർഷം ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ് വീണ്ടും ഈ 80-ൽ സബ്മിറ്റ് ചെയ്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ പൂഴ്ത്തിവെക്കുക ചെയ്തത്. ഇതുതന്നെ കാരണം, ഒറ്റ കാരണം തന്നെയാണ്. അതിനുശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി VP സിംഗ് പറഞ്ഞു. ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു, ഒരുപാട് ആളുകൾ തെരുവിലിറങ്ങി, കുറേ പേര് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു, കുറേ പേര് മരിച്ചു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഈ ഉത്തരേന്ത്യയിൽ, നമ്മുടെ സൗത്തിൽ ഒന്നും ഉണ്ടായില്ല. കാരണം സൗത്തിൽ കേരള ആയാലും കർണാടക ആയാലും തമിഴ്നാടായാലും ഇവിടെയൊക്കെ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നിലവിലുണ്ടായിരുന്നു അന്ന് തന്നെ. അപ്പോൾ ജനങ്ങളത് ശീലിച്ചു പോയി. എല്ലാവരും ശീലത്തിൻ്റെ കാര്യമാണല്ലോ. ശീലിച്ചതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വലിയ രീതിയിൽ സംവരണം നടപ്പിലാക്കിയ ഒരു വ്യക്തി ഛത്രപതി സാഹു മഹാരാജാണ്. അദ്ദേഹം ഭരിച്ചിരുന്നത് മഹാരാഷ്ട്രയിലെ കോലാപൂർ എന്ന് പറഞ്ഞൊരു ചെറിയ നാട്ടുരാജ്യത്തിൻ്റെ രാജാവായിരുന്നു. അദ്ദേഹം ആദ്യം ചെയ്ത പണി 1902 എന്ന് പറഞ്ഞാൽ 118 വർഷം മുമ്പ് ഗവൺമെൻറ് സർവീസിൽ 50% റിസർവേഷൻ നോൺ ബ്രാഹ്മിൺസിന് കൊണ്ടുവന്നു. ഒറ്റ റിസർവേഷൻ, നോൺ ബ്രാഹ്മിൺസ്, ബ്രാഹ്മണനല്ലാത്ത ആർക്കും അപ്ലൈ ചെയ്യാം. 50% സംവരണം അവർക്ക്. ബാക്കി 50% സ്വാഭാവികമായിട്ടും ബ്രാഹ്മണക്കാരിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് ചെയ്തത്, അദ്ദേഹം തന്നെ 1920-ൽ 18 വർഷ ശേഷം ആ സംവരണത്തിനെ ഒറ്റയടിക്ക് 50-ൽ നിന്ന് 90% ആക്കി. 90% സംവരണം നോൺ ബ്രാഹ്മിൺസിനും 10% ബ്രാഹ്മണർക്കും ആക്കി. അപ്പം അതൊരു വലിയൊരു സംവരണത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം നടത്തിയത് ഛത്രപതി സാഹു മഹാരാജാണ്. അവിടെ ഒരു ഛത്രപതി ശിവാജി മഹാരാജ് വേറെ ഉണ്ട്, അദ്ദേഹം പഴയ ആൾ, ഇത് പുതിയ ആൾ. അപ്പോൾ ഇതിന് ശേഷം ഒരു വലിയ രീതിയിൽ സംവരണം വന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 27-ൽ ജാതിയെ ഒരു മാനദണ്ഡമാക്കി കൊണ്ടുവന്ന ഒരു സംവരണം ഉണ്ടായിരുന്നു, മദ്രാസ് സ്റ്റേറ്റ്. അതിൻ്റെ പേര് തമിഴ്നാട് എന്നല്ല, മദ്രാസ് സ്റ്റേറ്റ് ആയിരുന്നു. അതിൽ കേരളത്തിലെ മലബാർ എന്നൊരു ജില്ല, ഏതാണ്ട് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഏരിയ അടങ്ങിയ ഒരു ജില്ലയും ആ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് ഈ സംവരണം അന്ന് മുതലേ ഇവിടെ ഉണ്ട്. അപ്പോൾ 1927-ലെ ഒരു ബ്രേക്കപ്പ് 12 പേരുടെ ഒരു സൈക്കിളിൽ 2 പോസ്റ്റ് ബ്രാഹ്മണർക്ക്, 5 നോൺ ബ്രാഹ്മൺ ഹിന്ദുസ്, 2 മുസ്ലിം, 2 ആംഗ്ലോ ഇന്ത്യൻ, 1 ഷെഡ്യൂൾ കാസ്റ്റ്, അങ്ങനെയായിരുന്നു. 12 പേരെ, ഓരോ 12 പേരിലും അങ്ങനെ. അത് കഴിഞ്ഞ് മുംബൈയിൽ 28-ൽ മുംബൈയിൽ, അന്നത്തെ അവിടുത്തെ ബോംബെ പ്രൊവിൻസിൽ 3 രീതിയിൽ അവർ സംവരണം കൊടുത്തു. ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ ഈ ഷെഡ്യൂൾ കാസ്റ്റുകളാണ്. ഒറിജിനൽ ആൻഡ് ഹിൽ ട്രൈബ്സ്, മലയോര ആദിവാസികൾ, പിന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ് OBC. OBC എന്നുള്ള വാക്കിനെ കുറിച്ച് ഞാൻ പറയാം. OBC നമ്മളെല്ലാവരും പറയുന്നുണ്ട്, OBC. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? അതർ ബാക്ക്വേർഡ് ക്ലാസ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അതർ എന്നൊരു വാക്ക് വന്നത്? ബാക്ക്വേർഡ് ക്ലാസ് എന്ന് മാത്രം മതിയായിരുന്നു. അതർ പറയാൻ കാരണം ഈ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സും ഓൾസോ ബാക്ക്വേർഡ് ക്ലാസ്സാണ്. മൊത്തം സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സിൽ പെട്ടവരാണ് അവരും. പക്ഷേ അവർക്ക് പ്രത്യേകമായ സംവരണം കൊടുത്തുകൊണ്ടാണ് മറ്റ് പിന്നോക്ക വിഭാഗം എന്ന് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ വെറുതെ പിന്നോക്കം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഈ OBC എന്നുള്ള വാക്ക് നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല, തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്നില്ല, പല സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്നില്ല. തമിഴ്നാട്ടിൽ അവർ ഉപയോഗിക്കുന്ന വാക്ക് BC MBC എന്നാണ്. മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്സാണ്. ഇല്ല, OBC ഇല്ല. കേരളത്തിലും ഇല്ല. കേരളത്തിൽ ബാക്ക്വേർഡ് ക്ലാസ്സുകളിൽ പലർക്കും പ്രത്യേക റിസർവേഷനാണ്. അത് കഴിഞ്ഞ് OBHും OBXും ഉണ്ട്. അതർ ബാക്ക്വേർഡ് ഹിന്ദു, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ. മുസ്ലിമില്ല, മുസ്ലിം മൊത്തം ബാക്ക്വേർഡാണ്. അപ്പോൾ ഈ OBC എന്നുള്ള വാക്ക് പല സ്റ്റേറ്റുകളിലും അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല, കേന്ദ്രത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കേന്ദ്രത്തിലും ചില സംസ്ഥാനങ്ങളിലും. ബംഗാളി പോലും ബാക്ക്വേർഡ് ക്ലാസ്സിനെ A, B എന്ന് 2 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ആന്ധ്രയിൽ A, B, C, D 4 ഗ്രൂപ്പുണ്ട്. BCA, BCB, BCC, BCD.
പല സംസ്ഥാനങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ പട്ടിക ജാതി സംവരണത്തിലും നമ്മുടെ കേരളത്തെ പോലെ മൊത്തം പട്ടികജാതിക്ക് ഒരു സംവരണമല്ല. അങ്ങനെ ആയിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും, കേന്ദ്രത്തിലും അങ്ങനെയാണ്. പക്ഷേ ചില സംസ്ഥാനങ്ങളിലൊക്കെ പട്ടികജാതികൾക്കുള്ളിലുള്ള ആളുകൾ തന്നെ അവർക്ക് സെപ്പറേറ്റ് റിസർവേഷൻ വേണമെന്ന് പറഞ്ഞ് വലിയ സമരങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായി തമിഴ്നാട്ടിൽ അരുന്ധതിയാർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന് പട്ടികജാതി സംവരണത്തിൽ 18% പട്ടികജാതി സംവരണം, അതിൽ നിന്ന് 3% അരുന്ധതിയാർക്ക് പ്രത്യേകമായിട്ട് കൊടുത്തു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. അതുപോലെ ആന്ധ്രാപ്രദേശിലെ പ്രബല 2 പട്ടികജാതി സമുദായങ്ങളാണ് മാലയും മടികയും. ഈ മാല എണ്ണത്തിൽ കുറവും മടിക എണ്ണത്തിൽ കൂടുതലാണ്. പക്ഷേ സർക്കാർ ജോലികളിൽ വിദ്യാഭ്യാസ രംഗത്തും മാല മുൻപിലായിരുന്നു, മാടികയ്ക്ക് കിട്ടുന്ന സീറ്റ് കുറവായിരുന്നു. അവർ വലിയ രീതിയിൽ അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിനെ പിടിച്ച് കുലുക്കുന്ന രീതിയിലുള്ള സമരങ്ങൾ നടത്തി ആ സംവരണം അവർക്ക് വേണ്ടി പ്രത്യേകമാക്കി. മാലയ്ക്കും മാടികയ്ക്കും ജനസംഖ്യയുടെ അനുപാതത്തിൽ അതിനെ വീതിച്ച് കൊടുക്കേണ്ടി വന്നു. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയുണ്ട്. ബീഹാറിൽ അവർ ചെയ്തത്, അത് ഈ നിതീഷ് കുമാർ ഗവൺമെൻറ് ചെയ്തൊരു പ്രത്യേക ടെക്നിക്കാണ്. അതിലും പൊളിറ്റിക്സ് ഉണ്ട്. എല്ലാത്തിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്സൽ കളിയാണ്, ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. അതായത് ബീഹാറിലെ പ്രബല ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾ 2 പേര് യാദവരും മുസ്ലിങ്ങളുമാണ്. അവർ രണ്ടും ലാലു പ്രസാദിൻ്റെ കൂടെയാണ്. ബാക്കിയുള്ള പിന്നോക്ക ജാതിക്കാരൊക്കെ അവഗണിക്കപ്പെട്ടു. അങ്ങനെയാണ് അവരുടെ വോട്ട് കൊണ്ടാണ് BJP നിതീഷ് കുമാർ ഗവൺമെൻറ് ഭരിക്കുന്നത്. അപ്പോൾ നിതീഷ് കുമാർ എന്ത് ചെയ്തു, ഈ OBCനെ 3 പിരിച്ചു. ബാക്ക്വേർഡ് ക്ലാസ്, മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്, അങ്ങനെ 3 വിഭാഗമാക്കി. അപ്പോൾ ഇതിൽ ഈ മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്സും എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്സും BC, MBC, EBC ഈ 2 ഗ്രൂപ്പുകൾ, ഇപ്പോൾ 2ാമത്തെ 3ാമത്തെ ഗ്രൂപ്പുകൾ ഈ നിതീഷ് BJP സഖ്യത്തിൻ്റെ കൂടെയാണ്. അത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഇപ്പോഴത്തെ യോഗി ആദിത്യനാഥ് ഗവൺമെൻറ്റും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ OBCയിൽ യാദവരുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന ചെറിയ ചെറിയ ജാതികളുണ്ട്. ലോധികൾ, കൊയ്രി, കുർമി, പല ജാതികളുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ MBC, EBC ബീഹാർ മോഡലിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ്. അത് അധികം വൈകാതെ നടപ്പാക്കുകയും ചെയ്യും. അങ്ങനെ OBC ഇന്ത്യയുടെ മൊത്തത്തിൽ പല ഗ്രൂപ്പുകളായി പോവും. ഷെഡ്യൂൾഡ് കാസ്റ്റുകളും പല സ്ഥലങ്ങളിലും പോകും. നമ്മുടെ കേരളത്തിലും അധികം വൈകാതെ SC എന്നുള്ളത് വ്യത്യസ്ത ഗ്രൂപ്പുകളായി മാറാനുള്ള സാധ്യതയുണ്ട്. സംവരണം എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി ഡൈനാമിക് ആയ പ്രോസസ്സാണ്. ഇത് ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്തൊരു വണ്ടിയാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ സമുദായങ്ങൾ ഒരു 100% മേലെ വരെ പോകാൻ സാധ്യതയുള്ള ഒരു സംവിധാനമാണ്. തമിഴ്നാട്ടിൽ 44 എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിന് സ്കോളർഷിപ്പ് അനുവദിച്ചു. അതൊരു അഫർമേറ്റീവ് ആക്ഷനാണ്. 46 ഷെഡ്യൂൾഡ് കാസ്റ്റ് റിസർവേഷൻ 8.3% ഇത് 12.3 മാറ്റി. അത് വീണ്ടും വർദ്ധിപ്പിച്ച് 48 16.66% ആക്കി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വീണ്ടും 25% OBC സംവരണം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടോട്ടൽ റിസർവേഷൻ 41%. SC STക്ക് മൊത്തത്തിൽ 16ആണ്. അപ്പോൾ പ്രത്യേക പിരിവുണ്ടായിരുന്നില്ല. അത് 71 അത് മാറ്റിയിട്ട് ഈ OBCനെ പിരിച്ചിട്ട് ബാക്ക്വേർഡ് ക്ലാസ്സിന് 16%, മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്സിന് 17% മാറ്റി. പിന്നീട് DMK ഗവൺമെൻറ് OBC റിസർവേഷൻ 31%, SC ST 18% ആക്കി. അങ്ങനെ ടോട്ടൽ റിസർവേഷൻ 49% ആയി. ADMK ഗവൺമെൻറ് ക്രീമി ലെയർ കൊണ്ടുവരികയും വാർഷിക വരുമാനം 9,000 രൂപ ഉള്ളവരൊക്കെ ഈ ക്രീമി ലെയറിന് ഉള്ളിൽ വരികയും ചെയ്തു. അതിനുശേഷം OBC റിസർവേഷൻ വീണ്ടും അവർ വർദ്ധിപ്പിച്ച് 50% ആക്കി. ഇപ്പോൾ ടോട്ടൽ റിസർവേഷൻ 68 ആക്കി. ഇതിനിടയ്ക്ക് ക്രീമി ലെയർ വിഡ്രോ ചെയ്യുകയും ചെയ്തു. 89 1 ഇയർ സംഘം, ഈ പാട്ടാളി മക്കൾ കക്ഷി എന്ന് പറഞ്ഞ പാർട്ടിയുടെ ആൾ 20% സംവരണം അവർക്ക് പ്രത്യേകമായിട്ട് വേണമെന്നും കേന്ദ്രത്തിന് 2% വേണമെന്ന് പറഞ്ഞ് വലിയൊരു സമരം നടത്തി. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും DMK ഗവൺമെൻറ് OBC റിസർവേഷനെ സ്പ്ലിറ്റ് ചെയ്ത് 30% ഫോർ OBC ആൻഡ് 20% ഫോർ MBC ആക്കി. 1% പുതുതായിട്ട് ഷെഡ്യൂൾ ട്രൈബിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുവരെ ഷെഡ്യൂൾ ട്രൈബിനും ഷെഡ്യൂൾ കാസ്റ്റിനും കൂടെ ഒറ്റ സംവരണമായിരുന്നു. അങ്ങനെ ടോട്ടൽ റിസർവേഷനെ വീണ്ടും ഉയർത്തി 69% ആക്കി. മണ്ഡൽ കമ്മീഷൻ ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി 50% സംവരണത്തിൽ കൂടാൻ പാടില്ല എന്ന് വിധിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സ്വാധീനത്തിൽ ഈ സംവരണത്തിനെ ഭരണഘടനയുടെ 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. 9th ഷെഡ്യൂളിൻ്റെ പ്രത്യേകത, ഏതെങ്കിലും ഒരു കാര്യം 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ സുപ്രീം കോടതിയുടെ നിയമത്തിന് അട്ടിമറിച്ചുകൊണ്ട് ഇത് 9th ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് കണ്ടുകൊണ്ട് മറ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും സംവരണം 50% എന്നുള്ളത് വളരെയധികം കൂട്ടി. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ 75% ആയി. പല സംസ്ഥാനങ്ങളും കൂട്ടിയിട്ടുണ്ട് അടുത്ത കാലത്ത്. ഈ സംവരണത്തിന് പകരമായി മറ്റ് ചില അഫിർമേറ്റീവ് ആക്ഷനുകൾ പലരും മുമ്പോട്ട് വെച്ചിരുന്നു. അതിലൊന്ന് മൾട്ടിപ്പിൾ ഇൻഡെക്സ് റിലേറ്റഡ് അഫിർമേറ്റീവ് ആക്ഷൻ, മിറ. അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ പുരുഷോത്തം അഗർവാൾ കൊണ്ടുവന്ന ഒരു ടെക്നിക്കാണ്, ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം. ഈ ജാതി സംവരണത്തിന് പകരമായിരുന്നു പരിപാടി. മറ്റൊരാൾ പ്രൊഫസർ സതീഷ് ദേശ്പാണ്ഡെ ഓഫ് ഡോക്ടർ യോഗേന്ദ്ര യാദവ് ഓഫ് സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ്, അവരും ഓൾട്ടർനേറ്റീവ് സിസ്റ്റം കൊണ്ടുവന്നു. അതിനുശേഷം ഡോക്ടർ സാം പിട്രോഡ, ചെയർപേഴ്സൺ ഓഫ് ദി നാഷണൽ നോളജ് കമ്മീഷൻ, അദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷനിൽ കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ കൊണ്ടുവരുന്നതിനെ എതിർത്തുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിന് കത്തെഴുതി. ഡോക്ടർ പ്രതാപ് ഭാനു മേത്ത, മെമ്പർ കൺവീനർ ഓഫ് ദി നാഷണൽ നോളജ് കമ്മീഷൻ, റിസൈൻഡ് ഫ്രം ഹിസ് പോസ്റ്റ് ഇൻ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് റിസർവേഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഇങ്ങനെ ഇത് ഒരു ഇതിൻ്റെ ഒരു ഹിസ്റ്ററി വായിച്ചാൽ തീരാത്ത ഹിസ്റ്ററിയാണ്. ഇന്ത്യയിൽ ഇതൊരു എക്കാലത്തും ഒരു ഹോട്ട് ടോപ്പിക് ഓഫ് ഡിസ്കഷനാണ്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്രയാണ്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ട കേസുകളും കോടതിയുടെ ജഡ്ജിമാരുടെ ബെഞ്ചുകൾ, ലാർജർ ബെഞ്ചുകൾ, ഭരണഘടനാ ബെഞ്ചുകളെ നിയമിച്ചുകൊണ്ട് വർഷങ്ങളോളം കോടതി നഷ്ടപ്പെടുത്തിയ സമയവും രണ്ട് ഇഷ്യൂസിലാണ്. ഒന്ന് മതം, മറ്റൊന്ന് ജാതി. മതം നമ്മുടെ ബാബരി മസ്ജിദ് ഇൻസിഡൻറ്റ്, ഇപ്പോൾ ശബരിമല കേസ്, ഇതിലൊക്കെ 9 അംഗ ബെഞ്ച്, 11 അംഗ ബെഞ്ച്, 10ഉം 15ഉം അല്ലെങ്കിൽ 9ഉം 11ഉം സുപ്രീം കോടതി ജഡ്ജിമാർ ഈ ഒരു ഇഷ്യൂ, ബാബറുടെ മസ്ജിദിനടിയിൽ രാമനുണ്ടായിരുന്നോ ബാബറുണ്ടായിരുന്നോ എന്നുള്ള ചർച്ച ചെയ്യാൻ വേണ്ടി വർഷങ്ങൾ ഗവേഷണം നടത്തണം. അതുപോലെ തന്നെ സംവരണ വിഷയത്തിലും അങ്ങനെ തന്നെ, ശബരിമല ഇഷ്യൂവിലും മതവും ജാതിയും, സംവരണം എന്ന് പറഞ്ഞാൽ ജാതിയാണല്ലോ, അപ്പോൾ ഈ ജാതി പിന്നോക്കാണോ ആ ജാതി മുന്നോക്കാണോ, ഈ ജാതിക്ക് ഇത് ചെയ്യണമോ ആ ജാതിക്ക് അത് കൊടുക്കണമോ, ഈ വിഷയങ്ങളിൽ ഈ കോടതിയുടെ വിലയേറിയ സമയം നമ്മൾ ഈ കഴിഞ്ഞ 70 കൊല്ലത്തിൽ ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യക്കാരൻ്റെ മനസ്സ് ജാതിയിലും മതത്തിലുമാണ്, മറ്റൊന്നിലും പ്രാമുഖ്യമില്ല. ഒരു ശാസ്ത്ര വിഷയത്തെക്കുറിച്ചും നമ്മുടെ കോടതികളിൽ ഒരു ചർച്ച നടക്കുന്നില്ല, അതിനെതിരായിട്ട് ആരും കേസ് കൊടുക്കുന്നില്ല, അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഇല്ല. മനുഷ്യൻ്റെ പല അടിസ്ഥാന പ്രശ്നങ്ങളിലും ഈ കോടതിക്ക് സമയമില്ല. ജാതിയും മതവും ഉള്ള കളികളാണെല്ലാം. അടുത്ത കാലത്തായിട്ട് ആന്ധ്രാപ്രദേശിൽ ഒരു നിയമം അവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുവന്നു, നമ്മുടെ പുതിയ ഗവൺമെൻറ്. YS ജഗൻമോഹൻ റെഡ്ഡി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടുത്തെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു, വളരെ പോപ്പുലറായിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. അയാളുടെ ഒസ്യത്ത് ഏറ്റുവാങ്ങാനാണ് മകൻ പാർട്ടി ഉണ്ടാക്കിയത്. പാർട്ടിയുടെ പേരും YSR കോൺഗ്രസ് പാർട്ടി എന്നാണ്. അയാൾ ഉണ്ടാക്കിയ നിയമം പട്ടിക വിഭാഗങ്ങൾ കൂടുതലുള്ള ഏരിയകളിൽ അവിടുത്തെ സ്കൂളിലെ മുഴുവൻ ടീച്ചേഴ്സും പട്ടിക വിഭാഗക്കാരായിരിക്കണം, ഇതായിരുന്നു റൂള്. വ്യക്തിപരമായിട്ട് ഞാനതിനെ അംഗീകരിക്കുന്ന ആളാണ്. കാരണം ഇപ്പോൾ അട്ടപ്പാടിയിലെ കുട്ടികൾക്ക് അവരുടെ ഗോത്രത്തിലെ ആ ഊരിലുള്ള ഒരു ടീച്ചർ പഠിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാണ്ട് തിരുവിതാംകൂറിൽ നിന്ന് പോകുന്നൊരു ടീച്ചറുടെ ഉച്ചാരണങ്ങളോ ബോഡി ലാംഗ്വേജോ ഒന്നും ആ കുട്ടികൾക്ക് രസിക്കില്ല. നമ്മൾ കുറച്ചും അമേരിക്കയെ പറ്റി പറഞ്ഞ പോലെ അവരിൽ ഒരാളെ പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ കാര്യത്തിൽ YS ജഗൻമോഹൻ റെഡ്ഡിയുടെ തീരുമാനം എനിക്ക് സ്വീകാര്യമാണ്. പക്ഷേ സുപ്രീം കോടതി അത് അടിച്ചു കളഞ്ഞു. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സമ്മതിച്ചില്ല. അദ്ദേഹം പിന്നീട് മറ്റൊരു സംവരണം കൊണ്ടുവന്നു. അത് ഇപ്പോൾ കോടതിയുടെ പരിശോധനയിലാണ്. 75% ആന്ധ്രാപ്രദേശിലെ ജോലികൾ, ഗവൺമെൻറ് ആവട്ടെ പ്രൈവറ്റ് ആവട്ടെ, അത് ആന്ധ്രാപ്രദേശ് ഇപ്പോൾ ആന്ധ്ര പിരിഞ്ഞത് കൊണ്ട് 2 സംസ്ഥാനമായി. പുതിയ ആന്ധ്രാപ്രദേശിലെ സർക്കാരോ പ്രൈവറ്റോ ജോലികളിൽ 75% ആ സംസ്ഥാനത്തെ ആളുകളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുതരം ഉപദേശീയത, ഒരു ഉപപൗരത്വം അദ്ദേഹം കൊടുക്കുകയാണ്. അത് കോടതിയിലെ പരിശോധന കിടക്കുന്ന കേസാണ്. മറ്റൊരു റിസർവേഷൻ ആന്ധ്രാപ്രദേശ് കൊണ്ടുവന്നത് ടെമ്പിൾ ബോർഡുകൾ, ക്ഷേത്ര ബോർഡുകളിൽ, അവിടുത്തെ ദേവസ്വം ബോർഡുകളിൽ 50% സംവരണം, ബാക്ക്വേർഡ് ക്ലാസ് SC ST വിമൻ, ഇത്രയും പേർക്ക് 50%, ബാക്കി 50% ജനറൽ.
അതും കൊണ്ടുവന്നത് ഈ ജഗൻമോഹൻ റെഡ്ഡിയാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയും കൂടിയാണ് ജഗൻമോഹൻ റെഡ്ഡി. അദ്ദേഹം ക്രിസ്ത്യനുമാണ് ഹിന്ദുവും ഒരേ സമയത്തുള്ള ഒരു വിഭാഗമാണ് റെഡ്ഡികൾ. ആന്ധ്രാപ്രദേശിൽ കുറേ മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. നെറ്റിയിൽ വലിയ തിലകക്കുറി ഇട്ടിട്ട് തിരുപ്പതി അമ്പലത്തിലും പോവും, ക്രിസ്ത്യാനികളുടെ പള്ളിയിലും പോവും. അവർക്ക് മതം ഏതായാലും കുഴപ്പമില്ല, ജാതി റെഡ്ഡി ആയിരിക്കും. റെഡ്ഡി എന്ന് പറഞ്ഞാൽ ആന്ധ്രയിലത്തെ നമ്മുടെ കേരളത്തിലെ നായന്മാരെ പോലത്തെ ഒരു ജാതിയാണ്. ഈ റിച്വൽ സ്റ്റാറ്റസ് കുറവുള്ള ജാതിയാണ്, പക്ഷേ പൊളിറ്റിക്കൽ പവർ വളരെ കൂടുതലാണ്, പ്രോപ്പർട്ടിയും കൂടുതലാണ്. അവർ ഈ മതം മാറിയത് അവരുടെ തൊഴിലാളികൾ പട്ടിക വിഭാഗക്കാരാണ്. അവരുടെ കൃഷിഭൂമികളിൽ ആയിരക്കണക്കിന് ഏക്കർ കൃഷി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ വ്യാപകമായിട്ട് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളായി. അപ്പോൾ ഉടമസ്ഥന്മാർ ഹിന്ദുവായിരുന്നാൽ ഒരു ഗുമ്പ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ റെഡ്ഡിമാരും കൺവെർട്ട് ചെയ്തു. കൺവെർട്ട് ചെയ്താലും അവർ പേരൊക്കെ ഇങ്ങനെ ജഗൻമോഹൻ, രാജശേഖരൻ, ബ്രഹ്മാനന്ദ റെഡ്ഡി ഇങ്ങനെയുള്ള പേരുകൾ വയ്ക്കുക. പീറ്ററും ജോസഫും പോളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളും അവരെ സ്വീകരിക്കും. മറ്റ് മതം മാറാത്ത റെഡ്ഡിമാർക്കും ഇവർ റെഡ്ഡി ആയതുകൊണ്ട് വലിയ സ്നേഹമാണ്. അപ്പോൾ ഇവർ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഈ പട്ടികജാതിക്കാരുടെ മുഴുവൻ വോട്ട് കിട്ടും, മറ്റ് ക്രിസ്ത്യൻ വോട്ട് കിട്ടും, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും, അതുകൂടാതെ റെഡ്ഡിമാരുടെ വോട്ടും കിട്ടും. ഇത്ര വോട്ട് കിട്ടിയാൽ അത് ജയിക്കാം. അതുകൊണ്ടാണ് BJPയിലെയും തെലുങ്ക് ദേശത്തിനൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രിയായത്. അദ്ദേഹം മുസ്ലിങ്ങൾക്കും സംവരണം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർ എപ്പിസോഡുകളിൽ മറ്റു കാര്യങ്ങൾ പറയാം. അതുവരേക്കും നന്ദി.